അയ്യോ എന്തോ എന്തോ സാറേ ഇത്? ഞാൻ അറിഞ്ഞില്ല സാർ ഇത്രയും വലിയ കമ്പനിയാന്ന്. ഇത്രയും വലിയ ഐറ്റമൊക്കെ കയ്യിലൊന്നും അറിഞ്ഞില്ല. പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പൊളിക്കല്ലേ. ചുമ്മാ അന്ന് കണ്ടപ്പോ പേടിച്ച് വല്ലാതെ വിറച്ചു പോയി സാറേ. പുലിയല്ലേ? പേടിക്കണം പുഷ്പ. അപ്പോഴല്ലേ എന്റെ വില എന്താന്ന് നിനക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്ക്, നമ്മള് ഒരുമിച്ചിരുന്ന് അടിക്കുന്ന ഹാപ്പിയില്ല അല്ല പുഷ്പ. ഇന്ന് നിന്റെ കല്യാണംല ഇവിടെ എങ്ങനെ ഇരുന്നല്ല എങ്ങനെ ഇന്ന് പോണ്ടേ? അതിലൊക്കെ വലിയ കാര്യമുണ്ടോ സാറേ? ഒരു അരമണിക്കൂർ താമസിച്ച് എന്നാലും കല്യാണ പെണ്ണ് അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഷിഖാവത്ത് സാറിനോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും. ഇപ്പൊ സാറിനേക്കാളും വലുതായിട്ട് എനിക്ക് വേറെ എന്താ സാർ? കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്റെ പെണ്ണ് ഗർഭിണിയാവേണ്ടത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്ന ആള് സാറാണെന്ന് അന്ന് എന്നോട് പറഞ്ഞില്ലേ? എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞു? എത്ര ഫീൽ ചെയ്യുന്നറിയോ എനിക്ക്? പറയുന്നതിനൊരു പരിധിയൊക്കെ ഇല്ല സാർ, എന്നാലും അങ്ങനെ പറഞ്ഞു എന്തിനാ പുഷ്പ പാർട്ടി മൂഡിൽ ഇതൊക്കെ പറയുന്നേ? അന്നേ ഞാൻ എന്തോ സാരമില്ല, എന്റെ മനസ്സ് അത്രയ്ക്ക് അങ്ങോട്ട് വേദനിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. ശരിയെന്നാ വിട്ടുകളഞ്ഞു. പക്ഷേ എന്റെ അമ്മയെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം മറക്കാൻ പറ്റില്ല സാറേ. നിന്റെ അമ്മ എന്ത് പറഞ്ഞു പുഷ്പ? എനിക്ക് പറയാനൊരു വീട്ടുപേരില്ലെന്നുള്ള കാര്യം സാറിന് അറിയാമല്ലോ സാറേ? അത് അറിയാവുന്നോണ്ടല്ലേ സാറേ ആരാ മാനുഫാക്ചർ ചെയ്തത്, ആരാ ഉണ്ടാക്കിയത്, സ്റ്റാമ്പ്, അത് ഇത് എന്നൊക്കെ നിങ്ങൾ അന്നോട് പറഞ്ഞത്? എന്തിനാ പുഷ്പ പാർട്ടികൾ ഇതൊക്കെ പറയുന്നു? അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വീട്ടുപേരില്ലെന്ന് എന്റെ ജന്മത്തെ ഉദ്ദേശിച്ചല്ലേ സാറ് പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞ അതെന്റെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ സാർ? ഞാൻ ജനിച്ച അന്ന് മുതൽ എവിടെയും ആരും എന്നോട് പറഞ്ഞ് കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് സാറേ. പുഷ്പ കല്ല് കുറിച്ച് നീ എന്തൊക്കെയാ പറയുന്നു? കൂടുന്നുണ്ട്. കറക്റ്റാ സാറേ, ശരിക്കും കൂടുതലാ. അതിലാ ഒരെണ്ണം കൂടുതലാ. എന്ത്? നിങ്ങളെപ്പോലെ ഒരെണ്ണം കുറവാണെന്നും പറഞ്ഞ് സസ്പെൻസും തരാൻ ഉദ്ദേശിക്കുന്നില്ല സാറേ ഞാൻ. അതിലൊരു ബുള്ളറ്റ് കൂടുതലാ. ഇതിലോ? അതെ സാറേ. 1 2 3 4 4 5 6 ഒരെണ്ണം കൂടുതലാ. പുഷ്പ ഇത് സർവീസ് റിവോൾവർ. ഇതിൽ 6 ബുള്ളറ്റാ ഉള്ളത്. അന്ന് ഞാൻ എന്റെ കൈ ഇതുപോലെ ചുരുട്ടി പിടിച്ചപ്പോ അതിലേക്ക് ഇങ്ങനെ തോക്ക് വെച്ചില്ലേ, അന്ന് എന്റെ കൈ തുളച്ചു കയറി അകത്ത് പോവാതിരുന്ന ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ കൂടുതലാ. എന്താണെന്നറിയോ സാറിന്? എന്നെ ജനിപ്പിച്ച എന്റെ അച്ഛന്റെ രക്തമാ. എന്റെ ചേട്ടന്മാരെന്റെ വീട്ടുപേര് പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഇതെന്റെ അച്ഛൻ എനിക്ക് തന്നതാ. ഇതെന്റെ അടുത്തുനിന്ന് ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. അൻവർ സിംഗ് ഷിഖാവത്ത് സാറ്. എന്താടാ, ഒരു ബുള്ളറ്റിനെയും പേടിക്കുന്ന ബ്രാൻഡല്ലടാ, സ്വന്തം അഭിമാനം ഉയർത്തിക്കിട്ടുന്ന ബ്രാൻഡാടാ ഇത്. അന്ന് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഈ പുഷ്പം മിണ്ടാതിരുന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാവോടാ? എന്റെ അമ്മ കല്യാണം കഴിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ശുഭകാര്യമാടാ എന്റെ കല്യാണം. അത് മുടങ്ങിയ എന്റെ അമ്മ വിഷമിക്കുന്ന അറിയാവുന്നുണ്ടാടാ ഞാനെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. ഇനി താഴത്തില്ല. നീ എന്തൊക്കെ ചെയ്യുന്നെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലടാ, ഇത്
ഇതിലിത്ര മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? നിന്റെ ഷർട്ട് അടിക്കടാ, വേഗം. നീ ആരോടെ കളിക്കുന്നറിയ പുഷ്പ? അതെ, എന്നാ പാന്റും കൂടി ഊരിയ. ഇത്രയും വലിയ ശിഖാവത് സാർ ഉടുതുണിയില്ലാതെ പുഷ്പയുടെ മുമ്പിൽ ഇങ്ങനെ ഉരുകി വേർത്ത് നിൽക്കുന്ന കാണുമ്പോ എത്ര സന്തോഷമാണെന്നറിയാവോ? എങ്ങനെയാ നമ്മൾ നിൽക്കുന്നതെന്ന്? അത് ശിഖാവത് സാറാണെങ്കിലും ഈ പുഷ്പരാജാണെങ്കിലും. ഇപ്പൊ നിന്റെ ദേഹത്തും വലിയ തുണിയില്ല, എന്റെ ദേഹത്തും വലിയ തുണിയൊന്നുമില്ല. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാ. അതെന്താന്നറിയാവോ? പുഷ്പയുടെ ജീവിതം തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാടാ. അത് കൂലിക്കാരനായിരുന്നപ്പോഴും എന്റെ റേഞ്ച് എന്തായിരുന്നു അറിയോ നിനക്ക്? ഇതാടാ റേഞ്ച്. അപ്പോഴും അതേ റേഞ്ച്, ഇപ്പോഴും അതേ റേഞ്ചാടാ. ഈ വേഷത്തിൽ റോഡിലേക്ക് ഇറങ്ങിയാലും പുഷ്പയ്ക്കൊന്നും വരാനില്ലടാ. നിനക്കങ്ങനെ ഇറങ്ങാവോ നാട്ടു റോഡിലേക്ക്? പോലീസിന്റെ കുപ്പായി ഇല്ലാതെ ഒരു നായ പോലും നിന്നെ തിരിച്ചറിയാൻ പോകുന്നില്ലടാ. ബ്രാൻഡ് എന്ന് പറയുന്നത് വസ്ത്രത്തിൽ ഒട്ടിക്കേണ്ടതല്ലടാ, അത് ജീവിതം കൊണ്ട് ഉണ്ടാക്കാൻ നോക്ക്. അതെ ശിഖാവത് സാറേ, ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചോ. പോകേണ്ട ലോഡ് മുഴുവൻ പോവുകയും ചെയ്യും, വരേണ്ട പണം വരികയും ചെയ്യും. ഒറ്റ പൈസ നിനക്ക് തരില്ല. നിനക്ക് ദേഹത്ത് യൂണിഫോം ഇല്ലാതെ ഇവിടെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നിനക്കിനി സാർ എന്നുള്ളൊരു വിളിപ്പേര് മാത്രമേ ഉണ്ടാവൂ. ബാക്കി മുഴുവൻ ഞാനങ്ങെടുക്കും. പോട്ടെ ശിഖാവത് സാറേ. വിചാരിച്ചു പുഷ്പ ഒരു ഫ്ലവറാണ്. അത് ഫയറാണെന്ന് കാണിച്ചിട്ട് വരാം. ഇനി തുടങ്ങാൻ പോകുന്നതാണ്. ഇനി ആരാണെങ്കിലും പാർട്ടിയില്ലേ പുഷ്പ? താഴത്തില്ല.